ആദ്യം ഓടിയെത്തുന്നത് മഞ്ഞുമൂടിയ പട്ടണവും റെയിൻഡിയറുകളും സമ്മാനങ്ങളുമായി വരുന്ന സാന്റാക്ലോസുമാണ്. ഫിൻലൻഡിലെ ലാപ്ലാൻഡ് പ്രവിശ്യയിലുള്ള റോവാനിമി എന്ന പട്ടണം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് സാന്റാക്ലോസിന്റെ ഔദ്യോഗിക ഭവനം എന്നാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ മാന്ത്രിക ലോകം കാണാനെത്തുന്നത്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ സുന്ദരമായ വർണ്ണ വെളിച്ചങ്ങൾക്കും ആഘോഷങ്ങൾക്കും പിന്നിൽ രക്തം ചിന്തിയ ചാരമായി മാറിയ ഒരു കറുത്ത ചരിത്രമുണ്ടെന്ന് എത്ര പേർക്കറിയാം? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഈ മഞ്ഞു പാളികൾക്ക് താഴെ ഒളിഞ്ഞു കിടന്നിരുന്നത് കണ്ണീരിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. 1940കളുടെ തുടക്കം. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം. ഫിൻലാൻഡിന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വലിയ ഭീഷണി നേരിടേണ്ടി വന്നു. ആ സമയത്ത് അവർക്ക് സഹായവുമായി എത്തിയത് നാസി ജർമ്മനിയായിരുന്നു. അങ്ങനെ റോവാനിമി നാസി സൈന്യത്തിന്റെ ഒരു പ്രധാന താവളമായി മാറി. ഏകദേശം 30,000-ഓളം നാസി സൈനികരാണ് അന്ന് ഈ ചെറിയ പട്ടണത്തിൽ തമ്പടിച്ചിരുന്നത്. അവർ അവിടെ എയർപോർട്ടുകളും റോഡുകളും നിർമ്മിച്ചു. പക്ഷേ 1944 കാര്യങ്ങൾ മാറി മറിഞ്ഞു. സോവിയറ്റ് യൂണിയനുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടതോടെ ഫിൻലാൻഡിന് തങ്ങളുടെ മണ്ണിൽ നിന്ന് ജർമ്മൻ സൈന്യത്തെ പുറത്താക്കേണ്ടതായി വന്നു. ഇതാണ് ചരിത്രത്തിലെ ക്രൂരമായ ലാപ്ലാൻഡ് യുദ്ധത്തിന് വഴിതെളിച്ചത്. പിൻവാങ്ങാൻ വിസമ്മതിച്ച നാസി സൈന്യം സ്വീകരിച്ചത് ചുട്ടിരിക്കൽ നയമായിരുന്നു. തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന മണ്ണ് ശത്രുക്കൾക്ക് ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കുക. 1944 ഒക്ടോബറിൽ റോവാനിമി എന്ന പട്ടണം അക്ഷരാർത്ഥത്തിൽ കത്തിയമർന്നു. റെയിൽവേ സ്റ്റേഷനുകളും വീടുകളും സ്കൂളുകളും എല്ലാം ബോംബിട്ട് തകർക്കപ്പെട്ടു. ആ പട്ടണത്തിലെ 90% കെട്ടിടങ്ങളും ജർമ്മൻ സൈന്യം ചുട്ടെരിച്ചു. ഒരു കാലത്ത് മനോഹരമായിരുന്ന ആ ദേശം വെറും ചാരകൂമ്പാരമായി മാറി. ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം മഞ്ഞിലൂടെ ദൂരേക്ക് പലായനം ചെയ്തു. ഇന്ന് നാം കാണുന്ന സന്തോഷത്തിന്റെ നഗരം വന്ന ശവപ്പറമ്പ് പോലെ നിശബ്ദമായി മാറി. യുദ്ധത്തിന് ശേഷം റോവാനിമിക്ക് ഒരു പുനർജന്മം ആവശ്യമായിരുന്നു. ലോകപ്രശസ്ത ആർക്കിടെക്ട് അൽവാർ ആൾട്ടോയുടെ നേതൃത്വത്തിലാണ് നഗരം പുനർനിർമ്മിച്ചത്. രസകരമായ ഒരു കാര്യം, നഗരത്തിന്റെ പ്ലാൻ അദ്ദേഹം തയ്യാറാക്കിയത് ഒരു റെയിൻഡിയറിന്റെ തലയുടെ ആകൃതിയിലായിരുന്നു. 1950 അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ഭാര്യ എലനോർ റൂസ്വെൽറ്റ് ഈ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചതോടെയാണ് റോവാനിമിയുടെ ടൂറിസ്റ്റ് ചരിത്രം മാറുന്നത്. അവർക്ക് താമസിക്കാൻ ധൃതിയിൽ നിർമ്മിച്ച ഒരു ചെറിയ തടിപ്പുരയാണ് ഇന്നത്തെ സാന്താക്ലോസ് വില്ലേജിന്റെ തുടക്കം. 1980കളോടെ ഈ പട്ടണത്തെ ലോകത്തിന്റെ സാന്താക്ലോസ് തലസ്ഥാനമായി ഫിൻലാൻഡ് പ്രഖ്യാപിച്ചു. ഇന്ന് റോവാനിമിയിൽ എത്തുന്നവർ അവിടെ അറോറ ബോറിയാലിസിന്റെ ഭംഗി ആസ്വദിക്കുന്നു, സാന്താക്ലോസിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. പക്ഷേ അവിടുത്തെ ഓരോ മഞ്ഞ് തരികൾക്കിടയിലും തകർന്നടിഞ്ഞ വീടുകളുടെയും യുദ്ധം തകർത്ത സ്വപ്നങ്ങളുടെയും ഓർമ്മകളുണ്ട്. കത്തിയമർന്ന ചാരത്തിൽ നിന്ന് അതിജീവനത്തിന്റെ കരുത്തായി ഉയർത്തെഴുന്നേറ്റ ഒരു പട്ടണം. അതാണ് റോവാനിമിയുടെ യഥാർത്ഥ അത്ഭുതം. അടുത്ത തവണ നിങ്ങൾ സാന്താക്ലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കറുത്ത ചരിത്രവും അതിജീവനത്തിന്റെ കഥയും കൂടി ഓർക്കുക.